വയനാട്ടിലെ ദുരന്തബാധിതരെ സന്ദർശിക്കാൻ വന്നപ്പോൾ ആശുപത്രിയിൽ ചെന്ന് കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിച്ച് അവരെ കൊണ്ട് താടിയിൽ പിടിപ്പിച്ച് ഒരു മുത്തച്ഛന്റെ പരിവേഷം ഉണ്ടാക്കാൻ മാത്രമല്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചുള്ളൂ. ഇതാ ഞങ്ങൾ നൽകുന്നു അവർക്ക് ജീവിക്കാൻ ഒരു വീട്. ഇങ്ങനെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കളിയാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് CPMന്റെ ഒരു നിലപാട് വന്നിരിക്കുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ ആകെ നെഞ്ച് തകർത്ത് ഉരുളിന്റെ മഹാദുരന്തമുണ്ടായ അവസരത്തിൽ തൻ്റെ അമ്മയ്ക്കൊപ്പം വളരെ അത്ഭുതകരമായി എല്ലാവരും അതിശയിപ്പിക്കുന്ന രീതിയിൽ രക്ഷപ്പെട്ട നൈസാമോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട് ദുരന്ത ഭൂമിയിൽ വന്നപ്പോൾ മോദിയുടെ അടുത്ത് ചെന്നിരുന്നതും മോദിയുടെ കവിളിൽ പിടിച്ചതും താടിയിൽ പിടിച്ച് കളിച്ചതും ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു അത്. ദുരന്തത്തിൻ്റെ വേദന മറക്കാനാവില്ല എങ്കിലും നൈസാമോളും ഉമ്മയും ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം എന്താണെന്നല്ലേ, ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് വീട് നഷ്ടപ്പെട്ടവർക്കായി സർക്കാർ പണി കഴിപ്പിച്ച ടൗൺഷിപ്പിലെ ഫേസ് 1 ഗുണഭോക്താക്കൾക്കുള്ള ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ച വീടുകൾക്കുള്ള നറുക്കെടുപ്പ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇതിൽ നൈസാമോൾക്കും കുടുംബത്തിനും വലിയ ഭാഗ്യമുണ്ടായി. അവർക്കൊരു വീട് ലഭിച്ചിരിക്കുകയാണ്. 178 വീടുകൾ കൈമാറുന്നതിനുള്ള നറുക്കെടുപ്പ് മേപ്പാടി MSA ഓഡിറ്റോറിയത്തിലാണ് നടന്നത്. ടൗൺഷിപ്പിലെ 4ാം സോണിൽ 252 നമ്പറിലുള്ള വീടാണ് നൈസയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. വളരെ സന്തോഷവും ആശ്വാസവും ഒക്കെ നൽകുന്ന വാക്കുകൾ തന്നെയാണിത്. പുതുതായി ലഭിച്ച വീട്ടിൽ താമസിക്കാൻ ഇനിയും കുറച്ചുകൂടി അവർക്ക് കാത്തിരിക്കണം. ഈ വർക്കുകളൊക്കെ ഒന്നുകൂടി കംപ്ലീറ്റ് ആകാൻ ഇനിയും 2 മാസത്തിനടുത്ത് സമയം വേണ്ടി വരും എന്നാണ് ഉദ്യോഗസ്ഥർ ഇവരെ അറിയിച്ചിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി നൈസാമോൾക്കൊപ്പമുള്ള ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. എല്ലാ അവഗണനകളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച സംസ്ഥാന സർക്കാർ നൈസാമോൾ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർക്ക് വീടൊരുക്കിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം കുറിച്ചത്. നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കി ഇത്രയധികം പേരെ പുനർവസിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതിന് CPM എന്തുകൊണ്ടും അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ്. പക്ഷേ അതേ സമയത്ത് അവിടെ അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നതാണ് ശരിക്കും വേദന ഉളവാക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങളിലൊക്കെ ഏർപ്പെട്ടവരെ സഹായിക്കാൻ രാഷ്ട്രീയത്തിനപ്പുറം അതിന് ഏത് രാഷ്ട്രീയമായാലും കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്രീയത്തിൽ നിന്നായാലും സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിന്നുള്ള രാഷ്ട്രീയത്തിനായാലും അവിടെ ഇങ്ങനെ ഒരു മാനമല്ല നൽകേണ്ടത്. അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ കുഞ്ഞിനെ സന്ദർശിച്ചപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ്, അതൊരു PR വർക്കൊന്നുമല്ല, വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം ആ ആശുപത്രിയിൽ ആ കുഞ്ഞിനോടൊപ്പം ചിലവഴിച്ച ആ നിമിഷങ്ങളിൽ നമ്മളെല്ലാവരും കണ്ടത്. അതിനപ്പുറം അദ്ദേഹം ഒന്നും ചെയ്തില്ല. അദ്ദേഹം വെറുതെ ഒരു PR വർക്കിനായിരുന്നു അത്തരം കാര്യങ്ങൾ ചെയ്തത്. അതിനുശേഷം അവഗണിച്ചു, കളഞ്ഞിട്ട് പോയി, അവർ എന്ത് ചെയ്തു എന്ന് പോലും അന്വേഷിച്ചില്ല എന്ന മട്ടിലുള്ള പ്രചരണങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു മാനം ഇത്തരം കാര്യങ്ങൾക്ക് കൊടുക്കരുത്. ഇപ്പോൾ അവർ ചെയ്തത്, CPM ചെയ്തത് വളരെ നല്ല കാര്യങ്ങളാണ്. വാഗ്ദാനങ്ങൾക്കപ്പുറം കേരളത്തിന് അർഹതപ്പെട്ട സഹായം കേന്ദ്രം നിഷേധിച്ചത് ആ കുഞ്ഞിനോട് ഉൾപ്പെടെ കാണിച്ച അനീതി എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ദുരന്തബാധിതരെ മനുഷ്യരായി പോലും കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും പരിഗണിച്ചില്ല എന്നാണ് റഫീഖ് കൂട്ടിച്ചേർത്തത്. എന്തായാലും അതങ്ങനെ ഇരിക്കട്ടെ. ഒരു രാഷ്ട്രീയ നിലനിൽക്കുന്ന ജനാധിപത്യമുള്ള ഒരു രാജ്യത്ത്, ഒരു സംസ്ഥാനത്തിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. ഞങ്ങളാണ് വലുത് അല്ലെങ്കിൽ ഞങ്ങളാണ് ചെയ്തത് എന്നതിന് അങ്ങനെ ഒരു അഭിപ്രായങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുക എന്നുള്ളത് എന്തൊക്കെയായാലും ശരി, ആ അമ്മയ്ക്കും മകൾക്കും വീട് കിട്ടി അവർ വീണ്ടും ആ വീടിൻ്റെ 4 ചുമരുകളുടെ സുരക്ഷിതത്വത്തിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് മനുഷ്യരായിട്ടുള്ളവർ ഇവിടെ സന്തോഷിക്കേണ്ടതും അതിനെയാണ് നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടതും. എന്തായാലും CPMനും അഭിനന്ദനങ്ങൾ. അവർ ഇനിയെങ്കിലും സന്തോഷമായി, ഇനി മറ്റ് അപകടങ്ങളൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാതെ സന്തോഷമായി ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക് കർമ്മസ്.